നമസ്കാരം. അരക്കൊല്ലം മുന്നേ ട്രാൻസ്സെക്ഷൽ സഹോദരങ്ങളുടെ കൂടെ കേരളപ്പിറവി ദിനം ആഘോഷിച്ച സുരേഷ് ഗോപി ചോറ് വിളമ്പിക്കൊടുക്കുന്ന വീഡിയോ ആണ് നിങ്ങളിപ്പോൾ കണ്ടത്. സുരേഷ് ഗോപിയുടെ ജനസേവനം ഫുൾ ടൈമാണ്. അല്ലാതെ തെരഞ്ഞെടുപ്പ് അടുക്കുമ്പോൾ മാത്രം വെളിയിലിറങ്ങുന്ന ഇടതുപക്ഷ നേതാക്കളെ വെച്ച് സുരേഷ് ഗോപിയെ അളക്കാൻ നിൽക്കരുത്. കഴിഞ്ഞ ദിവസം ഒരു അക്കൗണ്ടിലിട്ട പോസ്റ്റ് കണ്ടു. മറ്റൊരു ഫോട്ടോ പങ്കുവെച്ചുകൊണ്ടാണ് പോസ്റ്റ്. സ്വന്തം മകളുടെ കല്യാണത്തിന് സ്വന്തം കൈകൊണ്ട് ചോറ് വാരി കൊടുക്കാത്തവനാണ് വോട്ട് കിട്ടാൻ വേണ്ടി ഹിന്ദുക്കൾക്ക് ചോറ് വിളമ്പി കൊടുക്കുന്നത് എന്നാണ്. ഇങ്ങനെയൊക്കെ കമ്മികളുടെ കണ്ണിലൂടെ നോക്കിയാലേ ജനങ്ങളെ വിഭജിച്ച് കാണാൻ കഴിയൂ. ലോക്സഭാ തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കുമ്പോൾ കമ്മികളും കൊമ്മികളും ഇത്തരത്തിലുള്ള പോസ്റ്റുകൾ പ്രചരിപ്പിക്കുന്നതിന് ഒറ്റ ഉദ്ദേശമേ ഉള്ളൂ എന്ന് ജനങ്ങൾക്ക് നന്നായിട്ട് അറിയാം. നിങ്ങൾ എത്രയൊക്കെ നെഗറ്റീവ് പബ്ലിസിറ്റി നടത്താൻ നോക്കിയാലും അതിവിടെ വിലപ്പോകില്ല എന്ന് മനസ്സിലാക്കുന്നത് എന്തുകൊണ്ടും നന്നായിരിക്കും. പിന്നെ അവരെ കുറ്റം പറഞ്ഞിട്ടും കാര്യമില്ല. കാരണം ഇക്കുറി തൃശ്ശൂർ സുരേഷ് ഗോപി എടുക്കുമെന്നുള്ള കാര്യം ഇടത് വലത് നേതാക്കൾക്ക് നന്നായിട്ട് മനസ്സിലായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ആ പേടിയിലാണ് ഇത്തരത്തിലുള്ള കുപ്രചരണങ്ങൾ കമ്മികളും കൊമ്മികളും പടച്ചുവിടുന്നത്. ഏതായാലും കഴിഞ്ഞ തവണ തൃശ്ശൂർക്കാർ വിജയിപ്പിച്ചു വിട്ട നേതാവ് ചെയ്യുന്ന പ്രവർത്തനത്തെക്കാൾ കൂടുതൽ ജനങ്ങൾക്ക് വേണ്ടി സുരേഷ് ഗോപി ഏതായാലും ചെയ്യുന്നുണ്ട്. കഴിഞ്ഞ തവണ വിജയിക്കാതെ തന്നെ ജനങ്ങൾക്ക് വേണ്ടി ഇത്രത്തോളം പ്രവർത്തനങ്ങൾ സുരേഷ് ഗോപിക്ക് നടത്താൻ കഴിയുമെങ്കിൽ ആ തൃശ്ശൂർ ഒന്ന് കൊടുത്തു നോക്ക് സുരേഷ് ഗോപിക്ക്. പിന്നെ സുനിലും സഖാക്കളും ഒന്നും സ്ഥാനാർത്ഥിയാകാൻ പിന്നെ ആ വഴിക്ക് വരില്ല എന്നുള്ള കാര്യം ഉറപ്പാണ്. വെബ് ഡെസ്ക് തത്വമൈ ന്യൂസ്.